എന്താ? ഞാൻ പോയിട്ട് വരട്ടെ. എടി എടേ ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങി വരാമെന്ന്. നീ എന്തുകൂടെ മിണ്ടാതെ ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങി വരാം. എടേ പറയുന്ന കേക്കടി. ഞാനൊരു കാര്യം പറയട്ടെ. മിനിങ്ങാന്നും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോയിട്ട് 4 കാലേ കയറി വന്നത്. എനിക്ക് പറ്റത്തില്ല. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊച്ചിനെ സ്കൂളിൽ വിടാനുള്ളതാ. ഇവിടെ 100 കൂട്ടം ജോലിയുണ്ട്. 1 മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ. ഞാൻ പോയിട്ട് ടപ്പയിൽ നീങ്ങി വരാം. കൊച്ചാണ് മൂലെ കണ്ട കൂട്ടുകാരനല്ലേ. അവൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അവനെ പോയി കാണാതിരിക്കുന്ന മോശമല്ലയോ? കഴിഞ്ഞ ആഴ്ച സന്തോഷം വന്നിട്ടായിരുന്നു കള്ളു കുടിച്ചിട്ട് വന്നത്. ഇപ്പൊ ജിമ്മി വന്നിട്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടോട്ട് എങ്ങനെ കള്ളു കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ചപ്പാത്തി കോലും ഞാൻ തലക്കടിക്കും. ഉറപ്പാ. ഒരു ദാക്ഷിണ്യവും ഇല്ല. എൻ്റെ ഭാര്യ സത്യമായിട്ടും ഞാൻ വെള്ളം അടിക്കത്തില്ല. ഇതിൽ കൂടുതൽ വേണോ? ഞാൻ പോയിട്ട് വരട്ടെ എന്ന് മൗനം സമ്മതം. ഞാൻ അടിക്കത്തില്ല. സത്യം. എത്ര നാളായിടേ നിന്നെ കണ്ടു? 3 വർഷമായി. ആദ്യം നീ അങ്ങോട്ട് അടിച്ചേ. ഇതെന്ത് അടിയാ? വേണ്ടല്ലേ, വേണ്ട, ശരിയാകത്തില്ല. പോടാ, നിനക്ക് വേണ്ട ഞാൻ ഇത് കൊണ്ടുവന്നതന്നെ. നീ കൊണ്ട് അടിച്ചെടുത്ത്. ഞാൻ അടിക്കാൻ ഇവിടുന്ന് ഇങ്ങോട്ടും വിടത്തില്ല. എൻ്റെ പൊന്നളിയാൻ മെനഞ്ഞാൽ ഞാൻ സന്തോഷിൻ്റെ വീട്ടിൽ പോയി വെള്ളം അടിച്ച് 4-ാം കാലയിലാണ് കയറി വന്നത്. ആകെ സീനായതാ. ഞാനിന്ന് ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോഴേ ആദ്യം അവൾ പറഞ്ഞത് വെള്ളം അടിച്ചിട്ട് ഇവിടെ കയറിയേക്കല്ല, അടിച്ച് എൻ്റെ തലയടിച്ച് പൊട്ടിക്കും ചപ്പാത്തി പലയേക്ക്. അതൊക്കെ ചുമ്മാ പറയുന്നതാണേ. ചുമ്മാന്നല്ല, അവൾ പറഞ്ഞാൽ ചെയ്യുന്നവളാണ്. എനിക്ക് നല്ല രീതിയിൽ അറിയാം അവളെ. അത് മാത്രമല്ല, ഞാനവിടെ തലയെ പിടിച്ച് സത്യം ചെയ്ത്, എൻ്റെ ഭാര്യ സത്യം, ഞാൻ ഇനി വെള്ളം അടിച്ചിട്ട് ഇങ്ങോട്ട് വരത്തില്ലെന്ന്. അച്ഛനെ വിശ്വാസം അങ്ങ് പോകത്തില്ലടിയോ. വേണ്ട. എന്തുവാ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലടാ. അവർ ആങ്ങളൊരു TV കൊണ്ടുവച്ചേക്കണം, അത് ശരിയാക്കണം. കൊച്ചിന് ഇനി 1 മണിക്കൂർ കഴിയുമ്പോൾ സ്കൂളിൽ വീണു. ഇതെല്ലാം അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. വേണ്ട. എടാ, ഒരു ചീവ് റെഡിയാക്കുന്ന കാര്യമില്ലയോ? നീ ഇങ്ങനെ പറഞ്ഞേ. പണ്ട് 1 ലിറ്റർ അടിച്ചിട്ട് ഞങ്ങളെ ജിമ്മിൽ നിന്ന് 3-4 പേരെ ബുള്ളറ്റ് വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന നീ ഇത്ര അച്ചിപ്പം വരാൻ എടുത്ത് അടിച്ചാ. എടാ, വെള്ളം ഒഴിച്ചിട്ടില്ലടാ. ഒന്നൊഴിച്ച് പഴയ കാര്യങ്ങളൊക്കെ എങ്ങനെയല്ലേ അടിക്കാതിരിക്കുന്നത്? എൻ്റെ വീടല്ലടാ, കുറച്ച് നേരം എനിക്ക്. എൻ്റെ പൊന്നളിയ സ്മെല്ലടിച്ച് എന്നെ വീട്ടിൽ പൊക്കി കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ തലയ്ക്ക് വെച്ച് കേട്ടു. അതെ, നിന്നെ വീട്ടിൽ പൊക്കായിരിക്കണ ടെക്നിക്ക് ഞാൻ അച്ചായ നിനക്ക് അങ്ങോട്ട് പറഞ്ഞിരുന്നു. നീ വീട്ടിൽ ചെന്നിട്ട് പല്ലങ്ങോട്ട് തേക്കണം. പല്ല് തേച്ചതിന് ശേഷം ആ ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ്, ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതുകൊണ്ട് എടുത്ത് കഴിക്കുക. അതിന് നിന്റെ കയ്യിൽ കിട്ടുന്ന ഫുഡെല്ലാം ഐറ്റംസ് എടുത്ത് കഴിച്ചിട്ട് ക്ലീൻ ആകുക. എന്നിട്ട് അവളെ അങ്ങോട്ട് പോയി സഹായിക്കുക, സന്തോഷിക്കുക. ആ TV നന്നായി കൊടുക്കുക, കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിടുക. അത്രേ ഉള്ളൂ. ഒരു സീനും ഇല്ല. അവളെ മനസ്സറിഞ്ഞുകൊണ്ട് സഹായിക്കണം. ഒരു പ്രശ്നമില്ല. അച്ഛനല്ലേ പറയുന്നേ. സാറാമേ, ഒരു ചിക്കൻ ഫ്രൈ കൂടെ എടുത്തേ. ഇന്നാ വന്നേ, പാനം തീർന്ന് പന്താരം. അതങ്ങോട്ട് ചെയ്തേട്ടാ. എന്നെ കണ്ട കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. നീ സ്മാർട്ടല്ലോടാ. അവന് കുന്നണം എടുക്ക കൂട്ടപ്പനല്ലോടാ. പോടാ അങ്ങോട്ട്. നീ വീട്ടിൽ ചെന്നിട്ട് ആദ്യം പല്ലങ്ങോട്ട് തേക്കണം. പല്ല് തേക്കാം. ഒരു മിനിറ്റ്. വെളിയിലത്തെ പരസ്യം ഒന്നും പറയാൻ വന്നതല്ല, എൻ്റെ സ്വന്തം ഒരു കാര്യം ഞാൻ അറിയിക്കാൻ വന്നതാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ വീട് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ കട്ടള, ജനൽപ്പാളികൾ, കതക് എന്നിവ ഞങ്ങളുടെ യൂണിറ്റിൽ, അതായത് ഞങ്ങളുടെ മില്ലിൽ അറുത്ത് മാനുഫാക്ചർ ചെയ്ത് ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ട്. അതും സാധാരണ രീതിയിലല്ല, നല്ല ക്വാളിറ്റിയുള്ള, നല്ല കാതലുള്ള ആഞ്ഞിലി, ഈട്ടി, പ്ലാവ്, തേക്ക് എന്നീ തടികളെടുത്ത് അറുത്ത് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ
താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ മതി. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. 15 വർഷം വരെ ഞങ്ങൾ വാറണ്ടി നൽകുന്നുണ്ട്. അത് മാത്രമല്ല, ആരെങ്കിലും വീട് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സൈറ്റിൽ വന്ന് അളവെടുത്ത് പ്ലാനോട് കൂടി വീടും വെച്ച് നൽകുന്നതാണ്. ആഹാ, ആള് ഭയങ്കര സ്മാർട്ടാണല്ലോ. അപ്പൊ വാക്കൊക്കെ പാലിക്കാൻ അറിയാല്ലേ? പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റുമോ? നീ എൻ്റെ ഭാര്യയല്ലേ ഓടി? ഈ പഴം ഞാൻ കഴിക്കുമെന്നേ. അല്ല, കൊച്ചിനെ സ്കൂളിൽ വിട്ടില്ലയോ? കൊച്ചവിടെ എണ്ണീറ്റിരിക്കുന്നു. അങ്ങോട്ട് വിട്, അവളെ ഒരുക്ക് പോയി. ഇല്ല, നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ഇങ്ങോട്ട് നിൽക്കടാ, ഇങ്ങോട്ട് നിൽക്കുക. സുന്ദരിക്കോട്ടെ. അച്ചാച്ചൻ്റെ പൊന്നുമോൻ അച്ചാച്ചൻ്റെ പൊന്നുമോനെ ഒരുക്കട്ടെ. തല കാണിച്ച് സെറ്റ് പൗഡർ ഇടാം നമുക്ക്. ഇനി കണ്ണെഴുതണം. കുഞ്ഞുവാവയ്ക്ക് കണ്ണെഴുതണം. പിരിവും കഞ്ച് പിരിവ് എഴുതാം. കണ്ണ് കാണിച്ച്. സുന്ദരി, നീ അമ്മച്ചി പോയി കാണും. കുളിപ്പാ. എടീ, ഞാൻ കുഞ്ഞിനെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെന്ത് കറി വെക്കുവന്നോ? എന്തൊരു മണവാടി! എൻ്റെ ഭാര്യയുടെ കൈപ്പുണ്യം അപാരം തന്നെ. ഇച്ചിരി ഉപ്പ് വേണം, കുറച്ചുപ്പ്. എൻ്റെ പൊന്നെ, എൻ്റെ ഭാര്യയുടെ രസമുണ്ടല്ലോ. പൊളി രസം. എന്തൊരു കൈപ്പുണ്യമാടി നിനക്ക്. അതെ, അനിയും കൊണ്ടുവന്ന TV അവിടെ ഇരിക്കുന്നു. അത് റെഡിയാക്കണ്ടേ? ഞാൻ മറന്നുപോയി. ഇപ്പം റെഡിയാക്കാം. ഒരു ഗ്ലാസ് രസം എനിക്ക് എടുത്ത് വെച്ചേക്കാം. ഞാൻ അവരൊന്ന് ഭയങ്കര വയറിളക്കാം. ഈ TVക്ക് എന്തൊരു വെയിറ്റാണ്. കറക്റ്റാണ്. ഈ TVയും കൂടെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പം അവൾക്ക് മനസ്സിലാവും ഞാൻ ഭയങ്കര സ്നേഹമുള്ളൊരു ഭർത്താവാണ്. എന്നിട്ട് അവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും. താങ്ക് യു ചേട്ടായി എന്ന് പറയും. അപ്പം ഞാൻ പറയും, വാവേ ഞാൻ കുടിച്ചിട്ടുണ്ട് വാവേ എന്ന് പറയും. അപ്പോൾ മനസ്സിലാവും ഞാൻ ഭയങ്കര സ്റ്റാമിനയാണെന്നും ഭയങ്കര കെയറിങ് ആണെന്നും ഭയങ്കര സ്നേഹമാണ്. TV ഓക്കെ കഴിഞ്ഞില്ലേ ഇതുവരെ? എന്തോ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടട്ടെ? നീ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടോ? ഞാൻ ഇതോടെ കഴിഞ്ഞ ഇപ്പം അങ്ങ് വരും. പിന്നെ ആ തുണിയൊക്കെ ഒന്ന് മടക്കി അലമാരി വെച്ചേക്കാവോ? ഞാൻ വെച്ചോളാം, നീ പൊയ്ക്കോ. വിഷമില്ലല്ലോ? ഒരു വിഷമവും ഇല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടനൊരു കാര്യം പറയാനുണ്ട്. ശരി, വേഗാട്ടെ. പാവം എൻ്റെ സ്റ്റാഫിൻ്റെ ചരിത്രത്തെ വിളിക്കും. എൻ്റെ ഭാര്യയുടെ പാൻ്റ് 1, എൻ്റെ ഭാര്യയുടെ പാൻ്റ് ജിമ്മിൽ കൊണ്ടുവന്നത് 2. എൻ്റെ ഭാര്യയ്ക്ക് എത്ര പാൻ്റാണ് ജിമ്മിൽ പോകാൻ? 3, 4. സൂപ്പറായിട്ട് മടക്കിയിട്ടുണ്ട്. ആശ്വാസമായി. എൻ്റെ പ്രിയതമ്മയ്ക്ക് ഇന്ന് എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. കാരണം ഞാൻ എല്ലാ ജോലിയും ചെയ്യും.
നോ ഫിറ്റ്. യു ഓക്കെ? പ്രിയതമേ, കുഞ്ഞിനെ വിടണ്ടേ? മോളെ അമ്മ ഇപ്പൊ തരാം. ആ തൈര് എവിടാ വെച്ചിരുന്നേ? ശ്ശെ. ഒരു സാധനം വെച്ചെടുത്ത് കാണത്തില്ല. നീ ഇതെവിടെ പോയി കിടക്കുവാ? വാവാച്ചി, കൂട്ടുകാരൻ്റെ വീട്ടിൽ പോവല്ലെന്ന് പറഞ്ഞെങ്കിലും ഞാൻ സത്യം ചെയ്തു, പോയി തിരിച്ചു വരികയും ചെയ്തു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ ചെയ്തില്ലയോ? നീ ഹാപ്പി അല്ലയോ? പറ. എന്തിനാണ് എന്നെ അടിച്ചത്? കൊല്ലാൻ നോക്കിയതാണോടി? ആ, കൊല്ലാൻ നോക്കിയത് തന്നെയാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കള്ളു കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് ചപ്പാത്തി കോല് കൊണ്ട് അടി കിട്ടുമെന്നും. അടിച്ചത് തന്നെയാ. കൂട്ടുകാരന്റെ വീട്ടിൽ പോയി കള്ളു കുടിക്കത്തില്ലെന്ന് പറഞ്ഞ് കള്ളു കുടിച്ച് വന്നിട്ട് ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടി ഇതൊക്കെ മറന്നുപോയോ? ഞാൻ ഒന്നും അറിയാത്തതുപോലെ നിന്നതാ. ഒന്നും റീവൈൻഡ് അടിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ക്ഷമിക്കുന്നതിനും പരിധിയുണ്ട്. ഇനി ഇതിനകത്തെന്തുവാ? ഈ പഴം ഞാൻ കഴിക്കുവന്നേ. ആ ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതുകൊണ്ട് എടുത്ത് കഴിക്കുക. ആ ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതുകൊണ്ട് എടുത്ത് കഴിക്കുക. പൊളിരസം. എന്തൊരു കൈപുണ്യമാടി നിനക്ക്. പിന്നെ എന്റെ അനിയൻ കൊണ്ടുവന്ന് TV അവിടെ ഇരിക്കുന്നു. അത് റെഡിയാക്കണ്ടേ? ഞാൻ മറന്നുപോയി. ഇപ്പൊ റെഡിയാക്കാം. പൊളിരസം. ഇതൊരു കൈപുണ്യമാണ് നിനക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ബാ, ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ബാ ഇങ്ങോട്ട്. നോക്ക, കണ്ണു തുറന്നു നോക്ക. ഇതിലെന്തോ കുഴപ്പമെന്തോ? ഒരു കുഴപ്പമില്ലയോ? ശരിക്കും നോക്ക. ரொம்ப ஹாப்பியா தான் வந்தேன். மாமனை நினைச்சுதா அங்க இருந்து இங்க. ഇത് ആരുടെ? ഇത് തലയിരിച്ച് വെച്ചേക്കുമായിരുന്നു. ഇത് ഇനി എന്റെ ഭാര്യ സത്യമായിട്ടും ഞാൻ ഒരുപാടായി. എനിക്ക് നല്ല തലവേദനയുണ്ട് കേട്ടോ. ഇനി എന്നെ അങ്ങ് തെക്കോട്ട് എടുക്കുന്നത് വരെ നിങ്ങൾ സത്യം വിടുവോ? എന്നാ എന്റെ മോള് എന്റെ തല വെച്ചൊന്നും സത്യം ഇടല എന്റെ അമ്മൂട്ടിയെ. അവൻ ഏത് ബ്രാൻഡാടാ തന്നത്?